ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണയുടെ അമ്മയും കൂട്ടിയിട്ട് നമ്മുടെ ഗോപാലൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പം അമ്മ അവിടെ കുറേ കണ്ടീഷനൊക്കെ വയ്ക്കുന്നുണ്ട്, എന്നെ കൂടുതൽ ഭരിക്കാനൊന്നും പറയുന്നത്. അപ്പോൾ അതൊക്കെ സമ്മതിച്ചുകൊണ്ട് സുനന്ദയും ഗോപാലനും അവരുടെ വീട്ടിലേക്ക് നമ്മുടെ കൃഷ്ണയുടെ അമ്മയെ തങ്കത്തിനെ കൊണ്ടുപോകണം. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ അവരുടെ മോള് വന്ന് കുറേ നേരം സംസാരിക്കുന്നു. അപ്പോൾ മോള് തങ്കത്തിന് ഭയങ്കര ഇഷ്ടമാകുന്നു. അപ്പോൾ കൃഷ്ണ പറയുന്നു, എനിക്ക് ജോലിക്ക് പോകാൻ സമയം, എനിക്ക് പെട്ടെന്ന് പോകണമെന്ന് പറയുന്നു. അങ്ങനെ കൃഷ്ണ പെട്ടെന്ന് റെഡിയാവുന്നു. ഇതേ സമയത്ത് നവീൻ്റെ വീട്ടിലാണെങ്കിൽ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കുകയാണ്, ബലൂണൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നു. ആ സമയത്ത് നവീൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ അമ്മ പറയുന്നത്, എന്തിനാ മാണിക്കുഞ്ഞ് ഇതൊക്കെ ചെയ്യുന്നത്? അപ്പോൾ പറയുന്നത് എല്ലാം ചെയ്യണം എന്നൊക്കെ പറയാം. അപ്പോഴത്തേനും നവീനും വരും, അച്ഛനും മുത്തശ്ശി എല്ലാവരും വരും. അപ്പോൾ നവീൻ പറയും, എന്തായാലും ഈ വർഷം ഇങ്ങനെ ആയിട്ട് അടുത്ത വർഷം അമ്മയുടെ അച്ഛൻ്റെയും വെഡിങ് ആനിവേഴ്സറി വലിയൊരു ഹോട്ടലിലായിരിക്കും വെച്ച് നടത്താൻ പോകുന്നതെന്ന് പറയും. അപ്പോൾ മാണിക്കുഞ്ഞ് പറയും, അപ്പോൾ ഒരാളും കൂടെ നമുക്ക് കാണുമല്ലോ. ഗാഥയുടെ കാര്യമാണ് അവൻ പറഞ്ഞത്. പെട്ടെന്ന് അത് മുത്തശ്ശിക്കും നവീൻ്റെ അച്ഛനും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവരങ്ങ് തിരിഞ്ഞു പോവുകയാണ്. ഇതേ സമയത്ത് നിർമ്മലയും നിർമ്മലയുടെ ഭർത്താവും കൂടെ പുതിയ കരുക്കൾ നീക്കുകയാണ്. നമ്മുടെ ഗാഥയെ കൊല്ലുക എന്നതാണ് അവരുടെ ഉദ്ദേശം. ഇനി ജീവനോടെ വെക്കാൻ പാടില്ല. അങ്ങനെ അവരൊരു പ്ലാൻ തയ്യാറാക്കുകയാണ്. പ്ലാൻ എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് അവളെ തള്ളിയിടുക, ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ പ്ലാൻ വർക്കൗട്ടായ അവളെ ജീവിതത്തിലെ മരിച്ചു പോകും എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും അവർ ചെയ്യുകയാണ്. ജീവനോടെ വിടാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ നിർമ്മല അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ഒപ്പിക്കുകയാണ്. അങ്ങനെ പിന്നീടാണെങ്കിൽ നമ്മുടെ തങ്കത്തിന് ഗോപാലൻ സുനന്ദവരെല്ലാം ഫുഡ് കൊടുക്കുന്നു. ആ സമയത്ത് സംഘം പറയുന്നു, നമുക്ക് കൃഷ്ണ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോകണം എന്ന് പറയുന്നു. അപ്പം ഗോപാലൻ പറയുന്നു, അത് വേണോ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അതെന്താ ഗോപാലൻ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ പറയും, അമ്മമാർക്ക് അവർ മക്കൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോകാൻ പാടില്ലേ? വേറൊന്നിനുമല്ല, അവിടെ ചെന്ന് എല്ലാവരോടും ഒന്ന് കാണണം, എല്ലാവരോടും സംസാരിക്കണം. പിന്നെ ഒരാൾ അവിടെയെങ്കിലും കൃഷ്ണയുടെ കാര്യം പറയണം. അവൾ ആരോടും ഒന്നും പറയില്ല അവളുടെ കാര്യങ്ങളൊക്കെ എന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ ഗോപാലൻ പെട്ടെന്ന് പറയും, ശരി ശരി തങ്ക, നമുക്ക് പോകാം, എന്തായാലും കൃഷ്ണ വരട്ടെ, കൃഷ്ണ വന്നിട്ട് നമുക്ക് സംസാരിച്ചിട്ട് പോകാം എന്ന് പറയുകയാണ്. അപ്പം ഈ സമയത്ത് നമ്മുടെ ഗോപാലനും സുനന്ദയ്ക്കും ഒരു ടെൻഷൻ ഉള്ളിൽ വരികയാണ്. ഇവരിത് നിർബന്ധിച്ച് കഴിഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റുമല്ലോ. അതേ സമയത്ത് നമ്മുടെ കൃഷ്ണ ഗാഥയെ പോലെ ഒരുങ്ങി റെഡിയായി കാറിൽ പോകാൻ തയ്യാറാകുകയാണ്. കാറിൽ നവീൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്ത് സിതാര പറയും, ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, ഓവറാക്കരുത്, അവർക്ക് ഇഷ്ടപ്പെടണം, അവരെ ഇത് ചെയ്യരുതെന്നൊക്കെ പറയും. അങ്ങനെ അവരവിടെ നവീൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നവീൻ്റെ അച്ഛനും നവീൻ്റെ അമ്മയും നവീനും മാണിക്കുഞ്ഞും ഇവരെ സ്വീകരിക്കാൻ വേണ്ടി പുറത്തേക്ക് വരികയാണ്. അപ്പം അമ്മ ചോദിക്കും, ഇതെന്താ നിങ്ങൾ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞെന്ന് പറയും. അപ്പം സിതാര പറയും, ആദ്യമായിട്ടല്ലേ, ഞങ്ങളൊന്ന് നോക്കിയതാന്ന് പറയും. അപ്പം പറയാം, അത് സാരമില്ല, അതൊക്കെ നമുക്ക് പിന്നീട് കാണാം, വലതുകാലിൽ വെച്ച് മോള് കയറാൻ പറയും. അപ്പം നമ്മുടെ കൃഷ്ണയാണെങ്കിൽ വളരെ പദ്ധതിയോടുകൂടി നിൽക്കുന്നത്. അപ്പം മാണിക്കുഞ്ഞ് പറയും, ആക്സിഡൻറ്റിന് ശേഷം ഗാഥാമേടത്തിന് നല്ല മാറ്റം ഉണ്ടല്ലേ എന്ന് പറയും. അപ്പം നവീൻ പറയും, ഈ മാറ്റം എനിക്കിഷ്ടമാണ്, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറയും. അങ്ങനെ വലതുകാൽ വെച്ച് കയറാൻ പോകുന്ന സമയത്ത് ആ പഴയ പൂജാരി പറയുന്ന ഒരു ശബ്ദമാണ് പിന്നീട് കേൾപ്പിക്കുന്നത്. ആ കുടുംബത്തിലേക്ക് നവീൻ്റെ ഭാര്യയായി വരുന്ന അവൾ വലതുകാൽ വെച്ച് ചവിട്ടുന്ന നിമിഷം മരണം ഉറപ്പ് എന്നുള്ള ആ ഒരു സൗണ്ട് കേൾപ്പിക്കുകയാണ്. അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.